ലിത്വാനിയ വിമാനത്താവളത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പുറപ്പെടാൻ 2 വിമാനങ്ങൾ തയ്യാറായി. അങ്ങനെ ശ്രീലങ്കയിലേക്കും പുറപ്പെട്ടു. പക്ഷേ ഈ വിമാനങ്ങൾ ശ്രീലങ്കയിൽ എത്തുന്നതിന് മുൻപ് അവ ആകാശത്തിന്റെ മധ്യത്തിൽ വെച്ച് കാണാതാകുന്നു. ഈ വിമാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരേ സമയം 2 വിമാനങ്ങൾ എങ്ങനെ കാണാതായി? എന്തെങ്കിലും ഭീകരാക്രമണം നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തതാണോ? ഇങ്ങനെ തിരയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇറാൻ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആ വിമാനം എങ്ങും പോയിട്ടില്ല. ഞാൻ ആ വിമാനം നിയമവിരുദ്ധമായി എന്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ ഞങ്ങളുടെ നാട്ടിലെ പഴയ കൊമേഴ്ഷ്യൽ വിമാനങ്ങളെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇത്തരം ജോലികൾ ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ വിമാനങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ. ഇങ്ങനെ ഇറാൻ വീണ്ടും ഒരു വലിയ സംഭവം നടത്തി. ഇറാൻ ആദ്യമായി അല്ല ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ സവിശേഷമായ രീതിയിലാണ് അവർ ഇപ്പോൾ ഈ കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഇവയെല്ലാം വ്യക്തമായി കാണാം. ഈ തട്ടിക്കൊണ്ടുപോയ 2 വിമാനങ്ങൾ A340 വിമാനങ്ങൾ മക്കായ് ഇൻവെസ്റ്റ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളവയാണ് ഇവ രണ്ടും. ഇതിനകം പുറപ്പെട്ട ഈ 2 വിമാനങ്ങളും ലിത്വാനിയയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്നു. യഥാർത്ഥത്തിൽ എല്ലാ പ്രോട്ടോകോളും കഴിഞ്ഞ് ഈ വിമാനം തുറമുഖത്ത് നിന്ന് പുറപ്പെടാൻ തയ്യാറായി. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടന്നത്. ഈ 2 വിമാനങ്ങളും പോയതിനു ശേഷം ലിത്വാനിയയുടെ വ്യോമാതിർത്തിയിൽ നിന്നും അന്താരാഷ്ട്ര വ്യോമാതിർത്തി ഉപയോഗിച്ച് അവർ നാവിഗേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇറാനെ സമീപിച്ചപ്പോൾ ഈ 2 വിമാനങ്ങളുടെയും ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ആയിരുന്നു. ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തതോടുകൂടി ഈ വിമാനങ്ങൾ റേഡാറിൽ നിന്നും അപ്രത്യക്ഷമായി. ഉടനെ ലിത്വാനിയൻ അധികാരികളും അയൽ രാജ്യങ്ങളിലെ അധികാരികളും ഈ വിമാനത്തെ തിരയാൻ ഉത്തരവിട്ടു. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ വിമാനം ഇറാന്റെ വ്യോമാതിർത്തിയോട് അടുക്കുമ്പോൾ അത് റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി. അങ്ങനെ ഈ വിമാനത്തെ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ഇറാന്റെ എയർപോർട്ടിൽ വെച്ച് വീണ്ടും ഓണായി. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. ഈ വിമാനങ്ങൾ അപ്രത്യക്ഷമായതല്ല, മറിച്ച് ഇറാൻ അനധികൃതമായി കടത്തിയതാണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. അടുത്തതായി മൂന്നാമതും ഇതുപോലെ ലിത്വാനിയ വിമാനത്താവളത്തിൽ നിന്നും ഫിലിപ്പീൻസിലേക്ക് പോകാൻ സമാനമായ A340 വിമാനം തയ്യാറായി നിന്നു. എന്നാൽ ആ വിമാനത്തെ റദ്ദാക്കുകയും ഉടനെ ആ വിമാനത്തെ പിടിച്ചെടുക്കുകയും ചെയ്ത ശേഷം ലിത്വാനിയ എയർപോർട്ട് അധികൃതർ ആ വിമാനം കടത്താനുള്ള പദ്ധതി മുടക്കി. ആ സമയത്ത് ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പതിയെ പുറത്തു വന്നത്. ഇതിൽ ആ മൂന്നാമത്തെ വിമാനം രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഈ 3 വിമാനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പറന്നുയരാൻ തയ്യാറായി. പക്ഷേ അവസാന ഘട്ടത്തിലുണ്ടായ ചില സാങ്കേതിക തകരാറ് കാരണം ആ മൂന്നാമത്തെ വിമാനം, ഫിലിപ്പീൻസിലേക്ക് പോകേണ്ട ഒരു വിമാനം അല്പമൊന്ന് വൈകി. അതിനാൽ ആ വിമാനം രക്ഷപ്പെട്ടു. മറ്റ് 2 വിമാനങ്ങളും നേരെ ഇറാനിലേക്ക് ചെന്ന് ലാൻഡായി. ഇപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം വരാം. എന്തുകൊണ്ട് ഇറാൻ ഇത്ര പ്രശ്നം നേരിടുന്നു? എന്തുകൊണ്ട് അവരുടെ വ്യോമയാന വ്യവസായം ഇത്ര മോശമായ രീതിയിൽ പോകുന്നുവെന്ന്? മറ്റൊന്നുമല്ല, ഈ ഇസ്ലാമിക വിപ്ലവം നടന്നല്ലോ. ഇതിന് പിന്നാലെ ഇറാനെതിരെ അമേരിക്ക നിരവധി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഉപരോധങ്ങളിൽ ഒന്ന് സിവിലിയൻ ഏവിയേഷൻ വ്യവസായം അനുസരിച്ച് ഈ വിമാനങ്ങളിൽ കുറഞ്ഞത് 10% അമേരിക്കയുടെ സ്പെയർ പാർട്സ് ഉണ്ടെങ്കിൽ ആരും ആ ഒരു വിമാനമോ അനുബന്ധ വസ്തുക്കളോ ഇറാന് നൽകാൻ പാടില്ല. ആരും ഇറാന് വിൽക്കാൻ പാടില്ല. ആരെങ്കിലും ഈ വിമാനങ്ങളോ സ്പെയർ പാർട്സ് അവർക്ക് നൽകുകയോ നൽകി സഹായിക്കുകയോ ചെയ്താൽ അങ്ങനെ സഹായിച്ച നാടുകൾക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും. ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ പ്രത്യേക ഉപരോധങ്ങളിൽ ഒന്നാണിത്. മിനിമം 10% എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ കൊണ്ടും ഇറാന് വിമാനം നൽകാൻ സാധിക്കില്ല. റഷ്യ അവരുടെ വിമാനം ഇറാന് നൽകിയാലും അമേരിക്കയുടെ പങ്കാളിയായ ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്പെയർ പാർട്സ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. റഷ്യയെ കൊണ്ട് പോലും ഇറാന് ഈ ഒരു രീതിയിൽ സഹായിക്കാൻ സാധിച്ചില്ല. ഇത് വളരെ മോശമായ ഒരു സാങ്ഷൻ ആയിരുന്നു. സാധാരണ ഒരു വിമാനത്തിന്റെ ശരാശരി ആയുസ് 14 മുതൽ 20 വർഷം വരെയാണ്. ഇത് സേവന പ്രായത്തെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഇപ്പോൾ ഇറാന്റെ സിവിലിയൻ വ്യോമയാന വ്യവസായത്തിൽ ഉള്ള ഒരു വിമാനത്തിന്റെ ശരാശരി ആയുസ് 28 വർഷമാണ്. വളരെ പഴക്കമുള്ള വിമാനങ്ങളാണ് അവിടെ എയർഫോഴ്സിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ വളരെ പഴക്കം ചെന്ന വിമാനം A300 ആണ്. 40 വർഷത്തിലേറെയായി ഇത് സേവനത്തിലാണ്. മൊത്തത്തിൽ അവർക്ക് 350 വിമാനങ്ങളുണ്ട്. പക്ഷേ ടെഹ്റാൻ പറയുന്ന അനുസരിച്ച് നിലവിൽ പ്രവർത്തനക്ഷമമായ വിമാനങ്ങളുടെ എണ്ണം വെറും 120 മാത്രമാണ്. അവർ മറ്റെല്ലാ വിമാനങ്ങളെയും നിലത്തിറക്കി മാറ്റിവെച്ചു. നിലത്തിറക്കിയ വിമാനങ്ങളുടെ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇതാണ് അവർ ഏറെ ബുദ്ധിമുട്ടിലാകാനുള്ള പ്രധാന കാരണം. ഇതുപോലുള്ള കടത്തലുകൾ മുൻപ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട്. 1-2 തവണയല്ല, ഒരുപാട് തവണ. 1999 കാനഡയിൽ നിന്നും അനധികൃതമായി വിമാനങ്ങൾ കൊണ്ടുവന്നു. 2005 അവർ യൂറോപ്പിൽ നിന്നും ടെഹ്റാൻ വിമാനത്താവളത്തിലേക്ക് 2 വിമാനങ്ങൾ അനധികൃതമായി കൊണ്ടുവന്നു. അതിന്റെ സ്പെയർ പാർട്സ് എടുത്ത് മറ്റു വിമാനങ്ങളിൽ ഉപയോഗിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനങ്ങൾ യൂറോപ്പിൽ കൊണ്ടുവരുന്നതിന് മുൻപ് 10 വർഷമായി യൂറോപ്പിൽ വെച്ച് തന്നെ സർവീസ് നടത്തി. ഒരു ലീസിംഗ് കമ്പനി വഴി ഇതിനെ പാട്ടത്തിനെടുത്ത് ഈ വിമാനങ്ങളെ സർവീസ് നടത്തിയാണ് ടെഹ്റാനിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഇറാൻ ഇപ്പോഴും സുസ്ഥിരമായ ഒരു കള്ളക്കടത്ത് നടത്തുന്നത്.
ഈ 2 വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിത്വാനിയയ്ക്ക് ഈ വിമാനങ്ങൾ എങ്ങനെ കടത്തി എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള കൃത്യമായ രേഖകൾ ലീസിംഗ് കമ്പനി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപ് ഈ കമ്പനി അനധികൃതമായ ഇടപാടുകളിലൂടെ ലക്ഷക്കണക്കിന് പണം ഇറാനിൽ നിന്ന് കൈക്കലാക്കുകയും ഈ 3 വിമാനങ്ങൾ നൽകാനുള്ള കരാർ ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഞങ്ങളുടെ വിമാനങ്ങളെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. ഇനി ഇതുപയോഗിച്ച് ഇറാന് വലിയ സമ്മർദ്ദം ചെലുത്താനാകുമോ, അവർക്ക് ഇറാനെ പൂട്ടാനാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇറാന് കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ എപ്പോഴും ആക്റ്റീവാക്കി വയ്ക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല. ഇനി അതല്ല, ഇത് വച്ച് വീണ്ടും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ സാധിക്കും എന്നതല്ലാതെ ഇറാനിൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനൊന്നും അമേരിക്കയ്ക്കാകില്ല. ഇതെല്ലാം കുറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2015 ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാർ ഒപ്പിടുമെന്ന ചർച്ച നടന്നപ്പോൾ എയർബേസ്, ബോയിങ് എന്നിവരുമായി ഇറാൻ 30 ബില്യൺ മൂല്യമുള്ള ഒരു വലിയ കരാർ ഉണ്ടാക്കി. അങ്ങനെ 30 കൊമേഴ്ഷ്യൽ വിമാനം എയർബേസിൽ നിന്നും 3 ബില്യൺ മതിപ്പുള്ള വിമാനം ബോയിങ്ങിൽ നിന്നും വാങ്ങണമെന്നുള്ള ഒരു വലിയ ഡീൽ നടത്തി. ഇറാന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി പരിഹരിക്കപ്പെടുമെന്ന് ഇറാൻ കരുതി. ഇനി കൊമേഴ്ഷ്യൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നും തങ്ങളുടെ എയർഫോഴ്സിനെ ശരിയായി പരിപാലിക്കാനാകുമെന്നും അവർ സ്വപ്നം കണ്ടു. പക്ഷെ അത് യാഥാർത്ഥ്യമായില്ല. 2018 അമേരിക്ക ഈ കരാർ ഉപേക്ഷിച്ചപ്പോൾ ഇറാന് എതിരായ ഉപരോധത്തിന്റെ പ്രശ്നം വർദ്ധിച്ചു. അതിനുശേഷം എല്ലാ വിമാന കമ്പനികളും ഈ ഒരു കരാർ ഉപേക്ഷിച്ചു. ബോയിങ് 3 വർഷത്തിനിടെ 3 വിമാനങ്ങൾ മാത്രമാണ് ഇറാൻ നൽകിയത്. ഇറാന്റെ ഫ്ലീറ്റിലെ പുതിയ വിമാനങ്ങൾ എന്ന് പറയാൻ ഇവ മാത്രമേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ റഷ്യയ്ക്ക് അവരെ സഹായിക്കാൻ സാധിച്ചില്ലേ? യുദ്ധവിമാനങ്ങൾക്കായി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. കൊമേഴ്ഷ്യൽ വിമാനങ്ങൾക്കായി റഷ്യ അവരെ സഹായിച്ചില്ലേ എന്ന് ചോദിക്കാം. റഷ്യയും നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. റഷ്യയ്ക്ക് ആവശ്യമായ ധാരാളം സ്പെയർ പാർട്സുകൾ അനധികൃതമായി റഷ്യ തന്നെ കടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഈ 2 നാടുകളും ചേർന്ന് ഒരു കാര്യം ചെയ്തു. 2023 എയർബസിന്റെ ഇതേ A300 മോഡൽ റഷ്യയിലും ഉണ്ടായിരുന്നു. അതിനെ നേരെ ഇറാനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ റഷ്യയിൽ നിന്ന് ഇറാൻ അവർക്ക് ആവശ്യമായ കുറച്ച് സ്പെയർ പാർട്സ് എടുക്കുകയും ഇറാനിൽ നിന്ന് റഷ്യ അവർക്ക് ആവശ്യമായ കുറച്ച് സ്പെയർ പാർട്സ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു സഹകരണം ഉണ്ടായിരുന്നു. പക്ഷേ ചില ലിമിറ്റഡ് സോഴ്സസിൽ ചില പ്രധാന കോമ്പണൻസ് ആവശ്യമായി വന്നപ്പോൾ ഈ 2 നാടുകൾക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇല്ലീഗലായി ഇങ്ങനെ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ 2 വിമാനങ്ങളിൽ നിന്നും എടുക്കുന്ന സ്പെയർ പാർട്സ് ഉടൻ റഷ്യയിലേക്ക് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ 2 രാജ്യങ്ങളെയും ചൈന വളരെയധികം സഹായിക്കുന്നുണ്ട്. ചൈനയുടെ സഹായം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇറാന്റെ വിമാനങ്ങൾ ഇത്രയും ദൂരം പറക്കില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അനധികൃത ശൃംഖലയുള്ള രാജ്യമാണ് ചൈന. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.